റാം നാരായൺ റാം. എല്ലാവർക്കും ഭൂമി ഉണ്ടായിരുന്നു. എല്ലാവരും കൃഷി ചെയ്തു. ഏറെ പാലും കുടിച്ചു, പഴങ്ങൾ കഴിച്ചു, ശാസ്ത്രങ്ങൾ പാരായണം ചെയ്തു. ഇവിടെ ഉള്ള വിദ്യാഭ്യാസ സംവിധാനം അവിടത്തെ പോലെ അല്ല. അവർ പിന്നോക്കരാണെങ്കിലും ദൂരെയുള്ള ആരെങ്കിലുമേക്ക് കത്ത് അയക്കേണ്ടി വന്നാൽ അവർ ഒരു കല്ലിൻ്റെ മേൽ ശ്ലോകങ്ങളോ മന്ത്രങ്ങളോ എഴുതുകയും അത് അറ്റത്തുള്ള വീട്ടിലേക്കുള്ള ദിശയിൽ എറിഞ്ഞു വിടുകയും ചെയ്യും. അത് നികഞ്ഞത് അതേ വീട്ടിൽ തന്നെ എത്തും. പിന്നെ ആ വീട്ടിലുള്ളവർ അതിലെഴുത്ത് മായ്ച്ച് വീണ്ടും എഴുതുകയും പിന്നെ തിരികെ എറിഞ്ഞു വിടുകയും ചെയ്യും. അത് വീണ്ടും അതേ തന്നെ തിരികെ വരും. അവരുടെ വിദ്യാഭ്യാസം ഇങ്ങനെ തന്നെയാണ്. നമ്മളിവിടെ വയറിലൂടെ സംസാരിക്കുന്നു, അവിടെ അവർ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഞാൻ പറയുന്നു, നാം 10,000 മൈൽ അകലെ ആയാലും വയറിൻ്റെ സഹായത്തോടെ സംസാരിക്കുന്നു. അത് കേട്ടവരെ അത്ഭുതപ്പെടുത്തും. അവർ ചോദിക്കുന്നു, ഇത്ര വയർ എവിടുന്നാണ് കിട്ടുന്നത്? ഖനനം ചെയ്ത് ഇരുമ്പും താമ്രവും എടുക്കുകയും അത് ഉരുക്കി വയറാക്കുകയും ചെയ്യുന്നു. പിന്നീട് കമ്പങ്ങൾ, തൂണുകൾ നിർമ്മിക്കുന്നു. ആ തൂണുകൾ വഴിയാണ് ആയിരക്കണക്കിന് മൈൽ അകലെ വരെ വയർ കയറ്റുന്നത്. അവർ ചോദിക്കുന്നു, കമ്പം എന്നത് എന്താണ്? അതും ഇരുമ്പാണ്. പിന്നെ കേൾക്കുന്നതിനായി ഒരു യന്ത്രം ഉണ്ടാകും. അത് ശബ്ദം ഉണ്ടാക്കും. പിന്നെ ഹലോ എന്ന് പറയും, സംസാരണം തുടങ്ങും. ഇത്രയും കഷ്ടപ്പെടുന്നതെന്തിന്? ഈ ശരീരത്തിനകത്തും എത്ര വയറുകൾ ഉണ്ടല്ലോ. ഇവിടെ നിന്ന് തന്നെ സംസാരിക്കാൻ കഴിയില്ലേ? നമ്മുടെ ഉള്ളിലുള്ള യന്ത്രത്തിലൂടെ സംസാരിക്കാൻ കഴിയില്ലേ?